എന്താണെന്നറിയുമോ? നാം മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ wudi'a للناس للذي ببكة مباركا وهدى للعالمين. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, വിശുദ്ധമായ തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാണ് പരിശുദ്ധമായ കഅബ ശരീഫ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇന്ന അവ്വല ബൈതിൻ wudi'a ലിന്നാസ്, വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാണ് പരിശുദ്ധമായ കഅബ ശരീഫ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, ലല്ലദീ ബിബക്കത മുബാറക, എങ്ങനെയുള്ള കഅബാലയമാണെന്നറിയുമോ? വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ബിബക്കത, മക്കയിലുള്ള അനുഗ്രഹീതമായ പരിശുദ്ധമായ കഅബയാ. എന്നിട്ട് അല്ലാഹു പറയുകയാ, വഹുദൻ ലിൽ ആലമീൻ, ആ പരിശുദ്ധമായ കഅബയുണ്ടല്ലോ അത് ലോകർക്കുണ്ടല്ലോ, വഹുദൻ ലിൽ ആലമീൻ, അത് ലോകർക്കുണ്ടല്ലോ മാർഗദർശനമാണ്, ഹിദായത്തിന്. ഹിദായത്താണ് പരിശുദ്ധമായ കഅബാലയമെന്ന് വിശുദ്ധമായ ഖുർആൻ. അനുഗ്രഹീതമായ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, വഹുദൻ ലിൽ ആലമീൻ, അത് ലോകർക്ക് മുഴുവനുമുണ്ടല്ലോ മാർഗദർശനമാണ്, ഹിദായത്തിന്റെ മാർഗദർശനമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ. ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും മനസ്സിന്റെ ഹൃദയത്തിന്റെ ആശാ കേന്ദ്രമല്ലേ. ആ പരിശുദ്ധമായ കഅബാലയത്തിലെത്താൻ നിനക്ക് ആഗ്രഹമില്ലേ മുസ്ലിമേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 120 നന്മകളുണ്ടല്ലോ, അനുഗ്രഹങ്ങളുണ്ടല്ലോ, എല്ലാ ദിവസവും പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഇറങ്ങുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ. ആ 120-ൽ 60 നന്മകളുണ്ടല്ലോ, 6 കാന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെന്നറിയുമോ? വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, അത് പരിശുദ്ധ